ഒറ്റ പ്രശ്നം. കൽബിൽ അള്ളാഹു ഉണ്ടോ? നീ ജീവിച്ചവനാണ്. കൽബിൽ അള്ളാഹു ഇല്ലേ? നീ മരിച്ചവനാ. ജീവിച്ചവൻ എന്തും നടക്കും, മരിച്ചവന് ഒന്നും നടക്കൂല. ഓ, അപ്പൊ ഒരാൾ ഇപ്പൊ ഇങ്ങനൊരു ഉത്തരത്തിലേക്ക് പോകാൻ നമ്മൾ, ഒരാളെ കയ്യിൽ എന്ത് കിട്ടി? ഊരിപ്പിടിച്ച വാൾ ഒന്ന് പറയണ മോനെ, പറഞ്ഞ അരി കൂട്ടി വെക്ക്. ഒരാളുടെ കയ്യില് ഒരാളെ കയ്യിൽ വാള് കിട്ടി. ആ വാളയാൾ ഊരിപ്പിടിച്ച് ഇങ്ങനെ തുള്ളിച്ചു. പക്ഷെ അയാൾക്ക് ഒന്നും നടക്കൂല. എന്തുകൊണ്ട്? ചത്തോനും നടക്കൂലല്ലോ. നീ വേഗം പറ. ഒരാൾ ഉറങ്ങിക്കിടക്കാണ്, അയാൾക്കൊന്നും നടക്കാത്തതുമില്ല. എന്തുകൊണ്ട്? അയാൾ നിറയെ കൽബ് എന്താണ്? അല്ലാഹ്. എന്താ വർത്താനം പറയാനുള്ളത്? ഒന്നുകൂടി പറയും. അതിന് ഞാൻ അമേരിക്കയിൽ പോണ്ടല്ലോ. ചത്തോനൊന്നും നടക്കൂല, ജീവിച്ചോനൊന്നും നടക്കാതിരിക്കൂല. അത് തീരുമാനിക്കാദ്യം. തീരുമാനിക്കടോ, തീരുമാനിക്ക്. ചത്തവനൊന്നും നടക്കൂല എന്നുള്ളത് ഇനി പരീക്ഷ പാസ്സാണോ? ചത്തവനൊന്നും ഉറക്കെ പറയണോ? ചത്തവനൊന്നും നടക്കൂല. അതുറപ്പല്ലേ? നിങ്ങൾ സമ്മതിച്ചില്ലേ? ചത്തവനൊന്നും നടക്കൂല. ആ ചത്തോനെയാണ് കണ്ട്. അയാളെ കയ്യിൽ എന്ത് കിട്ടി? വാള് കിട്ടി. ശത്രു മുന്നിൽ കിടക്കുക, ഉറങ്ങ. അയാൾ വാളൂരി വാളിനെ തുള്ളിച്ചു. ഞാൻ ശത്രുവിന്റെ കഴുത്ത് വെട്ടിയ മതി. പക്ഷെ അയാൾക്കതൊന്നും നടന്നില്ല, നടക്കൂല. എന്തുകൊണ്ടവൻ ചത്തോനൊന്നും നടക്കൂല. ഞാന് ഉറങ്ങിയിരുന്നു. അങ്ങനെ ഉണർന്നപ്പോ അയാളെ കയ്യിൽ ഇന്റെ വാള. അയാൾ ഇങ്ങനെ തുള്ളിച്ചിട്ട് ഊരിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്റെ തൊട്ട് മുന്നിൽ. അപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു, മൈ യംനഉക മിന്നി യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇപ്പോൾ എന്റെ വാളിൽ നിന്ന് ആരാണ് തടയുക മുഹമ്മദേ? ഫഖുൽതു അല്ലാഹ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? അതോടുകൂടെ അയാളുടെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. എന്തുകൊണ്ട് വീണുപോയി? മോനെന്തില്ല? ജീവല്ല ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല. കൽബ് മരിച്ചത് മോൻ നടക്കാണ്. കൽബ് മരിച്ചത് ഇതന്നെ. കൂടുതൽ വർത്താനല്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ചെറിയ വർത്താനം, കൂടുതൽ വർത്താനിക്കണ്ട. ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിച്ചോളി. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബ് അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. പറഞ്ഞാളി, തീരുമാനമായി. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബിൽ അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. അവർക്ക് പറയാം, കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല. തഹജ്ജുദ് നിസ്കരിക്കാം, പക്ഷെ ജീവൻ ഉണ്ടാവില്ല. 1.25 നൂറ്റാണ്ടായി മുസ്ലിമിങ്ങൾക്ക് കിട്ടിയ മുതൽ തഹജ്ജുദ് നിസ്കാരം, പക്ഷെ ജീവല്ല. പുറത്തു പറയണ്ട. നിങ്ങളോട് പറയാനായിട്ടില്ല, അതുകൊണ്ട് പറയാത്ത. മുസ്ലിം ലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടിട്ട് 1.25 നൂറ്റാണ്ടായി. ഫലസ്തീന് വേണ്ടി 40 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ ഫ്രാൻസ് ഈ കഴിഞ്ഞ ആഴ്ച പുറത്തു വിട്ടിട്ടുണ്ട്. 40 കൊല്ലം. അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല, അയാൾ PLOയുടെ സഹായിയ. അയാളുടെ പേര് ക്രിസ്ത്യാനിയാ. അയാളുടെ പേര് ജോർജ് അബ്ദുള്ള ഇബ്രാഹിം എന്ന. ക്രിസ്ത്യാനിയാ, പക്ഷെ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയാ. എത്ര വർഷം? 1984 അയാളെ പിടിച്ച് 41ാമത്തെ വർഷം. 1984 അയാളെ ഫ്രാൻസ് അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? മൊസാദിനെതിരെ വർക്ക് ചെയ്തു എന്ന കാരണത്താൽ. മൊസാദിന്റെ ഒരു സൈനിക കമാൻഡറെ അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അയാൾ PLOയുടെ ഒരു സഹായിയാണ്. അയാൾ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. 41 വർഷത്തിലാണ് അയാൾ പുറത്തുവിടുന്നത്. 40 വർഷം ജയിലിൽ കിടന്നു. 1984 ഇത് എത്രയാ? ഇത് 2025 ആണ്. ഇത് 2025. പുറത്തുവിട്ടപ്പോൾ അയാളോട് പത്രക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു,
ലോകത്ത് ഏറ്റവും മരിച്ചുപോയ ജനത മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന ആളുടെ ജനതയാണ് ഇപ്പോൾ. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അയാളെയുമായി നമുക്കില്ല. എന്താണ് അയാൾ പറയേണ്ടത്? ഞാൻ പറയണ്ട എന്താ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഞാൻ ഒന്നുമില്ല. എത്ര കൊല്ലപ്പ അയാള്? ഞാൻ നെറ്റിൽ അടിച്ചു നോക്കുക. ഫ്രാൻസ് ഈ ആഴ്ച പുറത്തുവിട്ട്, ഈ ആഴ്ച ഞാൻ അയാളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ജോർജ് അബ്ദുള്ള ഇബ്രാഹിമിനെ ഈ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടു. ഫ്രാൻസ് എത്ര കൊല്ലം വെളിച്ചം കാണാതെ ഇരുട്ടറെ കടന്നു. എത്ര കൊല്ലം? 40 കൊല്ലം, 41ാമത്തെ കൊല്ലം ജയിലിൽ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് നിങ്ങളുടെ വീക്ഷണം എന്ന് ചോദിച്ചു ഫലസ്തീനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു, ഫലസ്തീന് മോചനമുണ്ടാവണമെങ്കിൽ അവരുടെ സഹോദരന്മാർക്ക് ബോധമുണ്ടാവണം. കാരണം അവർക്ക് ബോധമില്ല, അവർ മരിച്ചുപോയി. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന ലോകം കണ്ട വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ്. അവർ മരിച്ചിടക്കുക, നൂറ്റാണ്ടിലേറെയായി അവർ മരിച്ചിടക്കുക. അതാ പറഞ്ഞത്, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി മനുഷ്യരുമാണ്. അയാൾക്ക് കോട്ടും ടൈയൊക്കെ ഇട്ട് നല്ല ജെന്റൽമാനായി അറസ്റ്റ് ചെയ്ത് ആമം വെച്ച് കൊണ്ടുപോകുന്ന ഫോട്ടോ നെറ്റിലുണ്ട്. താടിയൊക്കെ നരച്ച് വയസ്സനായി. ഇപ്പൊ ജയിലിൽ നിന്ന് ഫോട്ടോ നെറ്റിലുണ്ട്. നോക്കി, വെറുതെ ആവശ്യമില്ലാതെ കുറെ നെറ്റിലേതും കളിക്കുന്നുണ്ടല്ലോ, ഒന്ന് നോക്കാം. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ബോധം പോലും മുസ്ലിമിനില്ലാതെ വന്നാൽ ഞാൻ പിന്നെ ഈ 2 ദിവസത്തിന്റെ ചിന്ത എന്താ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയത്? മുസ്ലിമീങ്ങൾക്ക് ദീൻ നഷ്ടപ്പെടുകയും തഹജ്ജുദ് കിട്ടുകയും ചെയ്തു. പണ്ടുള്ള ആൾക്ക് ദീനുണ്ട്, തഹജ്ജുദില്ല. കാരണം ഓൾക്ക് നേരെ പോലത്തെ പണി, അവൾക്ക് തഹജ്ജുദ് നേരല്ല. നമുക്ക് പകൽ ഉറങ്ങണ പണിയായതുകൊണ്ട് രാത്രി തഹജ്ജുദിന് ബുദ്ധിമുട്ടില്ല, നമുക്ക് പണിയില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്താ? നിങ്ങൾ മഹാന്മാരായി ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ടാണ്. ഈ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ഞാൻ കാണുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് കണ്ടില്ലടാ, പണി ഉണ്ടായിരുന്നു ഉസ്താദേ, അർജന്റായിട്ട്. അപ്പം നന്നാഴ്ച ഏതാണ്? ചിലർ സ്ഥിരമായി വരുന്നുണ്ട്, അവർക്ക് സ്ഥിരമായി പണിയില്ല. എനിക്ക് പള്ള മറിച്ചറിയാം, പണിയില്ലാത്തൊരു വരുള്ളൂ. ഒരു പണിയില്ല. അപ്പൊ തഹജ്ജുദ്സ്കരിക്കാം. കഴിഞ്ഞ 13 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾക്ക് ഇത്ര തഹജ്ജുദില്ല. ഇപ്പൊ തഹജ്ജുദില്ലാത്തൊരു വീടില്ല, ദീനില്ല, എന്തുണ്ട്? തഹജ്ജുദുണ്ട്. ഒരു അറബ് രാജ്യത്ത് നിന്ന് ലീവിൽ വന്ന ഒരാൾ ഈ ആഴ്ച എന്നെ കണ്ടു. അല്ലവിടെ ഉണ്ടോ? ഇനി ഒറ്റയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞ ഒരാളെ തെളിവോട് കൂടി പറഞ്ഞ അയാൾ എന്നോട് ചെവി പറഞ്ഞു, ഉസ്താദേ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല. ലോകത്തെ ഏറ്റവും വ്യഭിചാരം നടക്കുന്ന നാട് ഇന്ന് അറബ് നാടാണെന്നത് എൻ്റെ അനുഭവ സാക്ഷിയാണ്. അത്രയും നശിച്ചു ഈ ആഴ്ച. അല്ലാഹു മഷ്ഹാദ്, അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. തഹജ്ജുദുണ്ട്, വ്യഭിചാരമുണ്ട്. ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും, പക്ഷേ വ്യഭിചാരമുണ്ട്. ഈ കൂട്ടത്തിലുണ്ടാവാൻ 90% സാധ്യതയുള്ള ഒരു വ്യക്തി. ഈ പോയിന്റ് അക്കിരണയാളെ വീട്. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. അയാൾ നിങ്ങളോട് പറയും, അയാൾക്ക് സൂക്കിലാണ് പണി. ഒരു അറബ് നാട്ടിൽ സൂക്കിലാണ് അയാൾക്ക് പണി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇനി കുറച്ചാളുകൾ ഇപ്പം വരും, ഇപ്പം നാളെ പുറത്തിറങ്ങും. അറബികളെ കുറ്റം പറയാൻ പാടില്ല, അരിയത്തിലുണ്ട്. അങ്ങനെ ഉണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ അരിയത്തിൽ? അല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ കുറച്ച് മഹാന്മാരിറങ്ങാറുണ്ട്. അറബികളെ കുറ്റം പാടില്ല, പറയാൻ പാടില്ല, അരിയത്തിലുണ്ട്. എനിക്ക് അവിടെ പോയി പറഞ്ഞോളാ, എന്നോട് പറയരുത്. എനിക്ക് അന്തം വേണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ ഹദീസ് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്താ ഇവിടെ വിഷയം എന്താണ്? അള്ളാഹു മനുഷ്യന്റെ എടാ കിതാബ് 1000 തലയൊക്കെ കൂട്ടിത്തിരിയിട്ട് ഒരു കാര്യമില്ലട. എങ്ങനെ എൻ്റെ കൽബിൽ ആര് വേണം? അല്ലാ.
ചേകനൂരിനോട് വാദപ്രതിവാദം നടത്താൻ പോയിട്ട് തോറ്റു പോകുന്നു എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ആ വാക്കുകൾ മറ്റയാളെ പേര് പറയുമ്പോൾ പറയില്ലല്ലോ. സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായി മരിച്ചുപോയി എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ. ആ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. എനിക്കൊരു അലിഫ് പഠിപ്പിച്ചു, ഞാൻ എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചതാ. ആ മനുഷ്യൻ തോറ്റു പോണു. ആരോട് വാദപ്രതിവാദം നടത്താൻ പോയി? അസമൂല്യർ വരണ്ടായിരുന്നു. അസമൂല്യർ സന്ദർഭവശാൽ എത്തിയില്ല കാളികാവില്. പിന്നെ ഉസ്താദാണ് കയറിയുന്നത്. ഉസ്താദ് തോറ്റുപോയി. കാരണം ഉസ്താദിന് വർത്താനം പറയുകയില്ല. വാചക കസർത്തിന്റെ ആശാനാണ് ആര്? ചേകനൂര്. തോറ്റുപോയി. ചേകനൂര് ജയിച്ചു, ഉസ്താദ് തോറ്റുപോയി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആ ആളെ പേരിട്ട് ഞങ്ങൾ നബറുല്ലോ വർക്കറോ എന്ന് പറയും. മറ്റോന്റെ പേരോ അയാൾ കലക്കി കുടിച്ച കിതാബ് ഈ ആള് കലക്കി കുടിച്ചിട്ടില്ല. ചേകനൂര് കലക്കി കുടിച്ച അത്ര കിതാബ് ഹിന്ദുസ്ഥാൻ കുടിച്ചിട്ടില്ല. ഹിന്ദുസ്ഥാന്റെ പേര് കേട്ട ഞങ്ങള് നബറുല്ലോ വർക്കറോ എന്ന് പറയും. അവരെ ഉസ്താദ് KG ജമാഅത്തെ മുസ്ലിയാരാണ് നവറുല്ലാഹു മർഖദു. അവരെ ഉസ്താദ് ശൈഖുന ശംസുൽ റഹ്മത്തുള്ളാഹി. അവരെ ഉസ്താദ് ശൈഖുന കണ്ണിയത്താണ്. അവരെ ഉസ്താദ് ഖുതുബിയാണ് നവറുല്ലാഹു മറാഖിലുഹും. അല്ലാഹു അവർക്ക് ദർജ വെച്ച് കൊടുക്കട്ടെ. അപ്പുറത്തുള്ളവനോ ചിന്തിക്കണം. കണ്ണിയത്തിന്റെ ദർസിൽ ചേകനൂർ പഠിക്കാൻ വന്നു. കണ്ണിയത്ത് ആർക്കും വാതിൽ വന്നു കൊടുക്കും, പഠിച്ചോന്ന് പറഞ്ഞു. അപ്പുറത്ത് വേറെ അബ്ദുള്ള എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അബ്ദുള്ളയും ചേകനൂർ ചങ്ങായിയായപ്പോൾ അബ്ദുള്ളയോട് പറഞ്ഞു, അവനോട് ചങ്ങാത്തം കെട്ടണ്ട കേട്ടോ, അവനോട് ചങ്ങായിയാക്കാൻ പറ്റൂല. അന്ന് ചേകനൂരായിട്ടില്ല, ദർസ് പഠിക്കണ കാലത്ത്. ആര്? കണ്ണിയത്ത്. ഇതിൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു. കാപ്പിൽ ഉമർ മുസ്ലിയാർ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞു. മതി. എന്താ പറഞ്ഞ് മനസ്സിലായില്ല. പഠിക്കുന്ന കാലത്ത് കണ്ണിയത്ത് പറഞ്ഞു, അവനോട് ചങ്ങായിത്തം കെട്ടണ്ട അബ്ദുള്ള. അത് ശരിയില്ല. പഠിച്ചോട്ടെ. നിന്നോട് ഇൽമ ചോദിക്കാൻ വന്നിട്ട് ഞാൻ ഇൽമ കൊടുത്തിട്ടില്ല, എന്റെ മേൽ ഒരാളത്ത് കിടക്കണ്ട. റബ്ബ് എന്തേ എനിക്കൊരു ഇൽമ കൊടുത്തുകൂടായിരുന്നോ? ഞാൻ ഓനെ ഞാൻ ഹിദായത്തിലാക്കിയിരുന്നല്ലോ എന്ന് നാളെ റബ്ബ് പറയുമ്പോ ഞാൻ പരാജയപ്പെടണ്ട. വരുന്നവർക്കൊക്കെ കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓനോട് ഇജ്ജ് കൂടണ്ട, അത് നന്നാവൂല. പിന്നെ കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടാണ് ചേകനൂരാണ്. ആയിരം കിതാബ് കലക്കി കുടിച്ചിട്ടൊന്നും കാര്യല്ലടാ. കൽബിൽ ആര് വേണം? അല്ലാഹ്. തൊപ്പിയില്ല, താടിയില്ല, തലയെ കിട്ടൂല, പക്ഷെ കൽബിൽ ആരുണ്ട്? അല്ലാഹ്.